നമസ്കാരം. സുഭാഷിതം. യഹ പുത്രോ ഗുണസമ്പന്നോ മാതാപിത്രോർഹിതഃ സദാ സർവമർഹതി കല്യാണം കനീയാനപി സത്തമഃ. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ഏറ്റവും ഇളയ പുത്രനാണെങ്കിലും ഗുണസമ്പന്നനും മാതാപിതാക്കളുടെ ഹിതാനുവർത്തിയാണെങ്കിൽ പിതാവിൻ്റെ സ്വത്ത് മുഴുവനും അവന് നൽകേണ്ടതാണ് എന്നിവിടെ സൂചിപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇളയപുത്രനായവൻ്റെ സ്വത്ത് മൊത്തം കൊടുക്കണമെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇളയപുത്രനാണ്, പക്ഷേ നല്ല സ്വഭാവം, സൽസ്വഭാവിയാണ്, ഗുണസമ്പന്നനാണ്, എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ഗുണങ്ങളൊക്കെ വളരെ സമ്പന്നമായ സമ്പുഷ്ടമായ ഗുണങ്ങളുള്ളവനാണ്. നമ്മുടെ കുലത്തിൻ്റെ ഐശ്വര്യമാണ്, ഒരു വംശത്തിൻ്റെ ആ ഐശ്വര്യം കാത്തു സൂക്ഷിക്കുക, കീർത്തി കാത്തു സൂക്ഷിക്കുന്നവനാണ്. അതേപോലെയാണ് മാതാപിതാക്കളുടെ ഹിതാനുവർത്തി, മാതാപിതാക്കളുടെ ഇഷ്ടമായ ചില കാര്യങ്ങൾ അതിൽ അതീവ ശ്രദ്ധ ചെലുത്തി മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഒരു പുത്രൻ ഉണ്ടെങ്കിൽ, ഇളയപുത്രനാണെങ്കിലും അവന് സമ്പത്ത് മുഴുവനും കൊടുക്കണമെന്ന് സുഭാഷിതം അർത്ഥമാക്കുന്നത്. നമസ്തേ.